Hello guys, welcome back to my channel and it's Mazin Plays. അങ്ങനെ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് സ്പേസ് ഫ്ലൈറ്റ് സിമുലേറ്റർ. നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ചിലപ്പോൾ അറിയില്ല, ഞാൻ മുമ്പ് ഒരു സ്പേസ് ഫ്ലൈറ്റ് സിമുലേറ്റർ ഉണ്ട്, 2 വീഡിയോ ഇട്ടിരുന്നു. രണ്ടും എന്ത് പറഞ്ഞാൽ ഫെയിലായി. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ചുകൂടി പഠിച്ച് കുറേ സൈന കളിച്ചിട്ട് അപ്പോൾ നമുക്കത് ഒന്നുകൂടി കളിച്ച് നോക്കാം. ഓക്കെ, ബിൽഡ് ന്യൂ റോക്കറ്റ്. പിന്നെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ കുറച്ച് എന്താണ് പെയ്ഡ് വേർഷനാണ്. പക്ഷേ ഇതിൽ ഒരു മിനിറ്റ് നമ്മൾ ചാലഞ്ചസ് ഒക്കെ ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് tutorial അല്ല, സോറി, where is the example rockets? Yes, stage. അങ്ങനെ നമ്മൾ what? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ചെയ്യാൻ പോകുന്നത് ഒരു മിനിറ്റ് ഗൈസ്, സോറി, അങ്ങനെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എർത്ത് മിഷനും മൂൺ മിഷനും ആണ്. കാരണം എർത്ത് ഒരു ഫെയർലി സിമ്പിളാണ്, അപ്പോൾ ഒന്ന് മൂന്നും കൂടി ചെയ്യാൻ വിചാരിച്ചിട്ട് ഓക്കെ. അത് പറഞ്ഞാൽ ഞാൻ എന്താണ് ഇതുണ്ട് ഇൻഫിനിറ്റ് ബിൽഡ് ഏരിയ, പക്ഷെ നമുക്ക് തൽക്കാലത്തിന് ക്ലോസ് ആക്കാം. ലെറ്റ്സ് ലോഞ്ച്. അങ്ങനെ എന്താ പോലെ എനിക്ക്. ഓക്കെ, 3, 2, 1 ലിഫ്റ്റ് ഓഫ്. സൗണ്ട് കൂടുതലൊന്ന് ഓക്കെ. അങ്ങനെ ഈ ടോപ്പ് ലെഫ്റ്റിലുണ്ടാവും. നിങ്ങൾക്ക് ഇതിനെ പോയി ട്യൂട്ടോറിയൽ കൂടി പറഞ്ഞു തരാണ്. അപ്പോൾ അങ്ങനെ ഈ ടോപ്പ് ലെഫ്റ്റിൽ ഓരോ ആംഗിൾ നമുക്ക് കാണിച്ചു തരും. ആ ആംഗിളാണ് നമ്മൾ ചെയ്യേണ്ടി. പവർ അതൊരു 75 ആ ആംഗിൾക്ക് നമ്മളിങ്ങനെ തിരിക്കണം ഓരോ ഹൈറ്റിലൊക്കെ. ഇതൊക്കെ നമ്മൾ മാപ്പിൽ നല്ല വിശ്വാസം എന്നല്ല ഇത് എന്താണ് ഈ സ്പേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കറ്റിൻ്റെ എഞ്ചിൻ്റെ പവറാണ്. ഓക്കെ, ഇപ്പോൾ 75 ഡിഗ്രിയിലേക്ക് ആക്കണം. ഓക്കെ, ഇനി നമ്മൾ ആണ് ഫുൾ പവറിലേക്ക് പോകുന്നു. നോക്കി, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് ആംഗിൾ ഇപ്പോൾ കാണിക്കുന്നത് അതില്ലാതായി. അതിൻ്റെ അർത്ഥം ആംഗിളുടെ ആംഗിള് നമ്മളിവിടെ എന്താണ് സ്പേസിൻ്റെ പുറത്തേക്ക് പോകാനുള്ള ഇപ്പോൾ രീതിയിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് 40 കിലോമീറ്റർ വേഗത്തിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പുറത്തേക്ക് ഒന്നതാവാം. പാസ്റ്റ് കാമറ റീച്ച് സ്പേസ്. നിങ്ങൾ മൂലക്കുള്ളത് 3 അതൊക്കെ സണ്ണ്. നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് സണ്ണൊക്കെ വെച്ച് പോകാൻ നോക്കാം. ഇനി നമ്മളെ എങ്ങോട്ട് വെച്ചാൽ നേരെ ഇനി ഞാൻ ഒരു കറക്റ്റ് സർക്കിൾ ഓർമ്മിക്കാം. ഔട്ട് ഓഫ് ലിക്വിഡ് ഫ്യൂൾ അപ്പോൾ സെപ്പറേറ്റ് ഉണ്ടാക്കാം. ഈ എന്തിനാ ഞാൻ എനിക്ക് മാറ്റി സാരില്ല. സോ ഐ വിൽ ബി ബാക്ക് ഇൻ എ ഫ്യൂ മിനിറ്റ് or 1 minute. ഓക്കെ ഗൈസ്, 15 സെക്കൻഡ് പോലെ ആയിട്ടില്ല. അപ്പോൾ റീച്ച് ലോവർ എർത്ത് ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ എർത്തത്തെ മിഷന് നമുക്ക് എന്താണ് ലിഫ്റ്റ് ഓഫ് റീച്ച് എന്താണ് 10 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ നമ്മൾ എപ്പോഴോ ചെയ്ത് ഇനിയും നമുക്ക് ലോ എർത്ത് ഓർബിറ്റ്, ഇനിയും ഹൈ എർത്ത് ഓർബിറ്റും പിന്നെ
എന്താണ് സേഫ്ലി റിട്ടേൺ ടു എർത്ത് ആൻഡ് ലാൻഡ് 1 കിലോമീറ്റർ ഡൗൺ റേഞ്ച് അതും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് കൂടുതൽ ഹൈറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് പോവാം, കാരണം ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ നമുക്ക് 1600 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സ്പീഡ് എന്താണ് മേലത്തെ മൂലയിൽ നോക്കൂ, നമ്മൾ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ സ്പീഡ് അതാ കൂടി വരും. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു ബൂസ്റ്റ് കിട്ടി, അതിൻ്റെ അടുത്ത് നമ്മൾക്ക് ഫ്യൂൾ കുറച്ചുകൂടി സേവ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഈ വലിയൊരു സ്പേസ് ക്രാഫ്റ്റിന് ചെറിയ എഞ്ചിന് കാണുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ലാൻഡിങ്ങിന് പോയിക്കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി ടിൽറ്റ് ചെയ്ത് കണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ വേറെ വേണം, ഇവിടെ തന്നെ മതി. ആൻഡ് ഫുൾ പവർ കുറച്ച് സമയം എടുക്കും. ഒരു 500 കിലോമീറ്റർ എന്താണ് ഉയരത്തിൽ വേണം എന്താണ് നമ്മുടെ ഹയർ ഓർബിറ്റ്. അതൊക്കെ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ചെയ്യും. ഇനി അടുത്ത 10 മിനിറ്റ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ളത്. ഇനി നമുക്ക് ഇനിയും കൂടുതലാക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ടാക്കാം, അല്ല ഇങ്ങോട്ട് പോവാം. യെസ്, and then we just round and round and round and round. എത്ര ശതമാനം? 74 ഫ്യൂൾ ഉണ്ട്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വന്ന് ടൈം വർക്ക് ചെയ്യാം. അല്ലോ എത്ര സ്പീഡ് കുറഞ്ഞു നോക്കി. ഇപ്പോൾ 1100 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ അക്സലറേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു 400 കിലോമീറ്റർ ഉയരെങ്കിലും ആണെന്ന് തോന്നുന്നത്. ഇവിടെ ഈ 200-നെക്കാളും കുറച്ചും കൂടി സ്പീഡ് കൂട്ടാം. 279 300. ഓക്കെ, പോകുന്നു. ഇനി ഇവിടേക്ക് എത്തണം. ഓക്കെ, ഇനി ഇതുപോലെ തിരിക്കുക. അങ്ങനെ ഞാൻ ഹയർത്ത് ഓർബിറ്റ് അല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കാക്കണോ? നിങ്ങൾ ടൈം വേസ്റ്റ് ആവാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ച് ട്രോളി, അത് നിങ്ങളിഷ്ടമാണ്. ഓക്കെ, ഇനിയും ഗോ. ഓക്കെ, 500 കിലോമീറ്റേഴ്സ്. ഈ അല്ല ഒരു നമുക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചുകൊണ്ട് നമുക്ക് എത്ര ഫ്യൂളുണ്ട്? 60%. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇത് നമ്മൾ ആകെ 1 കിലോമീറ്റർ സെക്കൻഡിൽ പോകുന്നു. ദിസ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, 500 km 500 km 500 km. ഓക്കെ, 600. ഇത് കുറച്ച് ഓവറാ തോന്നുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ തിരിയാം. ഇതായിരിക്കും നമ്മൾ അവസാനത്തെ അക്സലറേഷൻ. 3 2 1 റീച്ച് ഹയർ ഓർബിറ്റ്. ഇനിയും നമുക്ക് 2 മിഷൻ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വഴിക്ക പോകുന്നുണ്ട്. ആ എയറോ കാണാം. അപ്പോൾ എയറോനിൻ്റെ നേരെ നമ്മൾ എൻജിനാക്കിയാണ്ട് എത്ര സ്പീഡിലാക്കാൻ പറ്റുന്നു അത്ര സ്പീഡിൽ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്താ ഈ ഹൈറ്റ് ഡിക്രീസ് ചെയ്ത് വരാണ്. ഈ സ്പേസ് ഫ്ലൈറ്റ് സിമുലേറ്റർ നല്ല ഒരു ഗെയിമാണ്. അതിൽ നല്ല ക്രിയേറ്റ് ഗ്രാവിറ്റി മെക്കാനിക്സും ഇതിൻ്റെ ക്രിയേറ്റർ ഗെയിം ഉണ്ടാക്കിയപ്പോൾ ഒരു എത്ര 17 വയസ്സായിട്ടുള്ളൂ. ചോക്കി. ഓക്കെ, ഒരു ഭൂമിക്ക് പോകേണ്ട ഒരു ഇതിലാണ്. നമുക്കൊരു ഇങ്ങോട്ട് എത്താം. നമ്മൾ സ്പീഡ് കുറച്ച് കുറയ്ക്കണം, കാരണം ഇവിടെ എത്തുമ്പോൾ നമ്മൾ സ്പീഡ് കുറച്ച് കൂടും. അപ്പോൾ ഒരു ഇവിടെയൊക്കെ എത്താം. ഇപ്പോൾ നമ്മൾ എത്രയായിരുന്നു?
74 കിലോമീറ്റർ ഉയരത്തിലാണ്. ഇത് എന്താണ് നോർമലാണ്. അതിൻ്റെ അർത്ഥം ഇത് അത്രക്ക് ഇതൊന്നും ഉണ്ടാവില്ല, ആക്യുറസി ഇല്ല. ഓക്കെ, സ്ലോ ഡൗൺ. നമുക്ക് ഇവിടുത്തെ ഒന്ന് കുറച്ച് കുറയ്ക്കണം, ഒരു 1 km/s. അപ്പോൾ സീ യു ഇൻ എ മിനിറ്റ്. ഓക്കെ ഗൈസ്, അത്യാവശ്യം സ്പീഡ് കുറഞ്ഞ് ഒരു 35 കിലോമീറ്റർ ആകുമ്പോൾ നമുക്കിത് കുറയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഗോ ഗോ. എനിക്ക് ആകെ ഒരു പേടിയുണ്ട്. അതാ നമ്മൾ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു. ആ പൊട്ടിത്തെറിച്ച അതിൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ പെടും മോനെ. ഒന്ന് പ്രവർത്തിച്ചാലും ഒന്നും പറ്റുകയില്ല എന്ന്. ജസ്റ്റ് മിസ്. അതാരെങ്കിലും കണ്ടോ? ഓക്കെ, ഹീച്ചിയുടെ ഇപ്പോൾ 1000 സെൽഷ്യസ്, സൂര്യനെക്കാളും നല്ല ചൂടായിക്കണ്. ഓക്കെ, നമ്മൾ എവിടെ എത്തി? അപ്പോൾ ഇവിടെ എത്തി. അത്രയും സ്പീഡ് നമ്മൾ പോവാണ്. എൻ്റെ സ്ലോവർ അറ്റ്മോസ്ഫിയർ. നമ്മളിപ്പോൾ 500 മീറ്റർ ഒരു സെക്കൻഡിലും ആണ്. നിങ്ങൾക്കൊരു 100 മീറ്റർ എത്താന്നറിയോ? ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഒരു നീളമുള്ള മൂല മുതൽ മറ്റേ നീളമുള്ള മൂല വരെ അത്രയും നീളമുണ്ട്, 100 മീറ്റർ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഹീച്ചിൻ്റെ ആവശ്യമില്ല. ബൈ ബൈ. 2500 കിലോമീറ്റർ എത്തിയാലും നമുക്ക് പാരഷൂട്ട് ഇടാക്കുള്ളൂ. അപ്പോൾ ഒരു 2000 കിലോമീറ്റർ എത്തിയിട്ട് നിങ്ങൾ കാണാം. അതുപോലെ വേണ്ട, അപ്പം തന്നെ എത്താനേ നമ്മൾ അത്രയും സ്പീഡിൽ പോവാണ്. ഓരോ സെക്കൻഡിൽ 100 മീറ്റർ പോവാണ്. എന്നിട്ട് ഇത്ര ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ 30 മീറ്റർ ഓരോ സെക്കൻഡിൽ. ഇത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ 3 ടൈംസ് ഇതാക്കാം. ഒരു 800 മീറ്ററിലെത്തുമ്പോൾ ഓക്കെ എത്താനേ. പാരഷൂട്ട് ഒന്നും ഇങ്ങനെ കാണുന്നുണ്ടോ? ഓക്കെ, 500 മീറ്റർ ഒരു 100 മീറ്റർ എത്തുമ്പോൾ പാരഷൂട്ട് ഫുള്ളി ഡിപ്ലോയ് ചെയ്യുക, അല്ലെങ്കിൽ 200. അതാ ഓക്കെ, ഞാൻ കുറച്ച് നേരത്തെ നിൽക്കി. അതിൻ്റെ അടുത്ത് ഇനിയും കുറച്ചും കൂടി സ്ലോ ആവും. സോ ഓക്കെ ഗൈസ്, എത്താനായി. എന്താ എൻ്റെ മറ്റേ ഹീറ്റ് ഷീൽഡ്, എൻ്റെ ക്യാപ്സൂൾ നോക്കി. ഇപ്പോൾ SFS 1 എന്താണ് ഇത് വന്നിട്ടില്ല, ആസ്ട്രോണോട്സ്. അതൊരു ഇതാണ്. We learned challenge complete. Lift off 10 kilometer reach space, lower orbit, higher orbit. ബാക്കിയുള്ള അവിടെ ഹലോ. ഓക്കെ, നമ്മൾ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കി. 1 2 3 4 5. ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താണ് സ്പേസ് സെൻറ്ററിലേക്ക് പോവാ. ഭൂമിത്തെ 100 കിലോമീറ്റർ ഡൗൺ റേഞ്ചിൽ അത് മാത്രം അത് ചെയ്തില്ല. അത് ആണെങ്കിൽ നമുക്ക് വേറെ രീതി കഴിഞ്ഞ് നമുക്ക് 3 ചെയ്യാനുള്ളത്. ക്യാപ്ചർ എസ്റ്റോയുടെ അല്ല, 3 ഓർബിറ്റ്. ക്യാപ്ചർ ടു മൂവ് ഓർബിറ്റ് ആൻഡ് റിട്ടേൺ സേഫ്ലി. മൂൺ ലാൻഡിങ് ആൻഡ് ദെൻ റിട്ടേൺ സേഫ്ലി. ഓക്കെ, അപ്പോൾ ഇതിന് വേറൊരു തരത്തിലുള്ള റോക്കറ്റ് വേണം. ബിൽഡ് ന്യൂ റോക്കറ്റ്. Hold and drag for area to select. This is a new thing. അല്ലെങ്കിൽ ഇത് പഴയതൊന്ന്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ റോക്കറ്റ്സ് 3 സ്റ്റേജ് റോക്കറ്റ് എടുക്കാം. ഓക്കെ, ഇത് ഇനി നമുക്ക് എന്താ വേണ്ടി ഇതറിയോ? നമുക്ക് എന്താണ് അതർ എടുക്കാം. ഇനി നമുക്ക് ലാൻഡിങ് ലെഗ്സ് ഒരുമിച്ച് സിമെട്രി ഓണാക്കണം. സിമെട്രി ഓണാക്കിയാൽ 2 സൈഡിൽ ഇങ്ങനെ വരും.
ഓക്കെ, now our rocket is ready to go to space. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്തെന്ന്. അപ്പോൾ ഞാനൊന്ന് സ്പേസിലൊക്കെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്താണ്, നിങ്ങൾക്ക് ഒന്നുകൂടി വീഡിയോ എടുക്കാം. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ ഓർബിറ്റിലെത്തി. നമുക്ക് മൂണിലേക്ക് പോകുന്നത് എന്താ വെച്ചാൽ നമ്മളിതാ മൂണിലേക്ക് പോവാ. ഇത് നിൽക്കുക, നമുക്കിതാ നാവിഗേറ്റ് ടു. പിന്നെ മൂണിൽ പല ലൊക്കേഷൻ ഉണ്ട്. സി ഓഫ് സെറനിറ്റി, സി ഓഫ് ട്രാങ്ക്വിലിറ്റി, കൊപ്പർനിഷ്യസ് ക്രേറ്റർ. നിങ്ങൾക്ക് എങ്ങനെ അത് വായിക്കൽ അറിയാമോ ഒന്ന് കമൻറ്റ് ചെയ്യോ. ഓഷൻ ഓഫ് സ്റ്റോർമ്സ് ആൻഡ് ടൈക്കോ ക്രേറ്റർ. നമ്മൾ എല്ലാം എന്താണ് ഇതും ചെയ്യുന്ന ഇതുണ്ടാവില്ല. പക്ഷേ നമ്മൾ എന്താണ് നീലാംസ്ട്രോങ് ഒക്കെ ലാൻഡ് ചെയ്ത സ്ഥലം സീൻ ഓഫ് ട്രാങ്ക്വിലിറ്റി. നമ്മൾ അങ്ങോട്ട് ലാൻഡ് ചെയ്ത് നോക്കാണ്. പിന്നെ അല്ലെങ്കിൽ ഈ മൂന്നിലേക്ക് പറ്റെങ്കിൽ ലാൻഡ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് നിൽക്കുക, നാവിഗേറ്റ് ടു നിൽക്കുക. അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ വിൻഡോ കിട്ടും. നമ്മൾ കറക്റ്റ് എത്താനായി. ഇനി നമ്മൾ എന്താണ് ഈ റോക്കറ്റ് അത് ഇങ്ങോട്ട് പോകേണ്ട അതിലേക്ക് തിരിച്ചു കണ്ടു. എന്നിട്ട് ട്രാൻസ്ഫർ വിൻഡോക്ക് ഇത് ചെയ്യാം, ടൈം വാർപ്പ്. ഇത് നമുക്കൊരു എന്താണ് ഒരു ഇത് തരും, ഒരു സ്പീഡ് മീറ്റർ. അത്ര സ്പീഡിൽ നമ്മൾ എന്താണ് അപ്പോഴേ നമ്മൾ ഒരു പിന്നെ ഒരു കാര്യം ഗൈസ്, നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് എന്താണ് RCS ട്രസ്റ്റേഴ്സ് പോയിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സൈഡ് വെലോസിറ്റി അതൊക്കെ ഇതാക്കാൻ പറ്റും. സോ now we just wait. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 100 മീറ്റർ പെർ സെക്കൻഡ് എത്താനായി. കാരണം നിങ്ങൾ RCS ട്രസ്റ്റർ ഉപയോഗിച്ചില്ലെങ്കിൽ 100 മീറ്റർ പെർ സെക്കൻഡ് ആവശ്യപ്പെടാൻ എത്തുമ്പോൾ നമ്മൾ സ്പീഡൊന്ന് കുറയ്ക്കുകയും ചെയ്യും അവർ. കാരണം നമുക്ക് കുറച്ചുകൂടി പ്രെസൈസ് ആയിട്ട് മൂവിൻ്റെ ഇതൊക്കെ ചെയ്യണം. എൻകൗണ്ടർ ഈ എൻകൗണ്ടർ എത്തുമ്പോൾ അപ്പോൾ തന്നെ ഓക്കെ നമുക്ക് കുറച്ചുകൂടി അക്സലറേറ്റ് ചെയ്യാം. മൂണിൻ്റെ അടുത്തേക്ക് എത്ര എത്താൻ പറ്റണം അത്ര ആവണം. അപ്പോൾ നമുക്കൊരു 5% ഇതിലേക്കാക്കാം. what number is that? And 4.9 is very good. ഓക്കെ, നമ്മൾ എത്താനായി ഒരു 30 കിലോമീറ്റർ ഒക്കെ. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ ടൈം വർക്ക് ചെയ്യാം. നോട്ട് ദെയർ എൻകൗണ്ടറർ, ടൈം വർക്ക് ടു എൻകൗണ്ടറർ. ഇനിയും ഗൈസ് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റർ ദ ഇൻഫ്ലുവൻസ് സ്ഫിയർ ഓഫ് മൂൺ. നമ്മൾ സൂം ഔട്ട് ചെയ്താൽ നമുക്ക് ചന്ദ്രൻ ഒന്ന് ചെറുതായിട്ട് കാണാം. അതേ നമ്മൾ ഭൂമി അതാ നമ്മൾ എത്ര കിലോമീറ്റർ അകലാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇങ്ങോട്ടെങ്കിലൊക്കെ എത്തണം. അപ്പോൾ നമ്മൾ സ്പീഡ് നോക്കിയോളി 200 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത് വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യണമെന്നത് നമ്മളെ ഈ എസ്കേപ്പ് എന്നുള്ള ഒരു ഓർബിറ്റ് ആക്കണം. അത് എന്നിട്ടാണ് നമുക്ക് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ യു ഗൈസ് വെയിറ്റ് എ ഫ്യൂ മിനിറ്റ്സ്. ഓക്കെ, സോറി. അപ്പോൾ ഗൈസ് നമ്മളെ എത്താനായി, ഓർബിറ്റ് ആവാനായി. ലോ മൂൺ ഓർബിറ്റ് എത്തണം. നമുക്ക് 10 കിലോമീറ്ററിൽ കുറവ് പോകരുത് ഹൈറ്റ്, കാരണം അത് നല്ലതാവില്ല. നമ്മളിങ്ങനെ സ്പിൻ ചെയ്യണം.
മൂൺ ഓർബിറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സീ ഓഫ് ട്രാങ്ക്വിലിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യണം. ഇവിടെ വരെ ടൈം വാർപ്പ് ചെയ്യരുത്, ഒരു അത്യാവശ്യം ഇവിടെ വരെ. ഇവിടെ വരെ ടൈം വാർപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അത്യാവശ്യം സ്പീഡ് പോകും. അപ്പോൾ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കണ്ട് സീങ് ഓഫ് ട്രാങ്ക്വിലിറ്റിൻ്റെ കറക്റ്റ് അവിടെ തന്നെ ആക്കിയിട്ട് കുറച്ചൊരു എടുത്ത് പോട്ടെ 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 ഓൾമോസ്റ്റ് ഓക്കെ, ഈ ഒരു ഭാഗത്ത് മതി. എന്നിട്ട് ഇനി നമ്മൾ ഈ സ്റ്റേജ് ആവശ്യമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ വഴിയിലെത്താതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഡിസ്ട്രോയ് ഉണ്ടോ? ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഡിസ്ട്രോയ് നിൽക്കണം. അത് അടിയിലാണ്, ഡിസ്ട്രോയ് ഡിബ്രി. ഓക്കെ, ഇനി നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാം. നമുക്കൊരു ഇങ്ങോട്ട് ടൈം വർക്ക് ചെയ്യാം. ഓ, ഈ സോങ് കേൾക്കുമ്പോൾ എനിക്കൊരു ചിൽസ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയായിട്ട് 4% ഫ്യൂല് വെച്ചിട്ടുള്ളൂ. നമുക്കൊരു സ്ട്രെയിറ്റ് പാത്താക്കണം. ടൈം വർക്ക് ചെയ്യാം. യെസ്, അങ്ങനെ നമ്മൾ അത്യാവശ്യമുള്ള സ്ഥലത്തെത്തി. നിങ്ങൾക്കറിയാം ഇവിടെ കൂടുതൽ സൈഡ് വെലോസിറ്റി വേണ്ടാന്ന്. നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ ചെയ്ത് കണ്ട് ആ സൈഡ് വെലോസിറ്റി ഇല്ലാതാക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി പ്രിസൈസ് ആവണം. യെസ്, എന്നിട്ട് ഇവിടെ ഒരു 1 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ ഓവർ ഫാസ്റ്റ് അവിടെ ഒരു 15 മീറ്റർ പെർ സെക്കൻഡിൽ അടിയിൽ പോയാൽ മതി. ഓക്കെ, അങ്ങനെ സൈഡ് വെലോസിറ്റി ഇനിയും ഇല്ല. അതിനാൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ പോവാം. ജസ്റ്റ് ലാൻഡിങ് ലൈറ്റ്സ് ഒക്കെ നമുക്ക് നിവർത്താം. രസമുണ്ടല്ലോ ആ സൗണ്ട്. പാട്ട് പോലെ. ഓക്കെ, നമ്മൾ എത്ര ഹൈറ്റിലാണ്? 2 കിലോമീറ്റർ ഹൈറ്റിലാണ്. ഒരു അത്യാവശ്യം ഹൈറ്റിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളുടെ സ്പീഡ് ഒരു 10 സെൻറ്റിമീറ്റർ അല്ല 10 മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാൽ മതി. നമ്മളൊരു 1.5 കിലോമീറ്റർ എത്തണം. പിന്നെ 30 മീറ്റർ പെർ സെക്കൻഡിൽ അധികം ആവരുത്. ഓക്കെ, നമ്മളിപ്പോൾ ഹൈറ്റ് ടെറൈനാണ്. നിങ്ങൾക്ക് ഓക്കെ, നോ, ഐ ഡോണ്ട് വാണ്ട് ദ സൈഡ് വെലോസിറ്റി. I do not want the side velocity. Side velocity is bad. ഓക്കെ, നമ്മൾ ചന്ദ്രൻ നമ്മൾ എത്താനാവുമ്പോഴാണ് നമ്മൾ എന്താ ഈ റോക്കറ്റ് ഷിപ്പും ചന്ദ്രനും ഒപ്പമായിട്ട് കാണല്. ഒപ്പമായിട്ട് കാണില്ല. നമ്മളൊരു എന്താണ് 500 മീറ്റർ എത്തുന്ന വരെ 15 മീറ്റർ പെർ സെക്കൻഡിൽ അധികം ആവണ്ടാൽ മതി. പിന്നെ 500 മീറ്റർ എത്തുമ്പോഴാണ് നമ്മളെ സ്പീഡ് ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് ആക്കിയത്. നീൽ ആംസ്ട്രോങ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് സമയം തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ 500 മീറ്റേഴ്സ് എത്താനായ ഉയരത്തിൽ നമ്മൾ സ്പേസ് ഷിപ്പ് കണ്ടു. ഓക്കെ, സ്പീഡ് കുറച്ചോളൂ. കമോൺ. ഓക്കെ, നമുക്കൊരു 25%-ലാക്കാം.
24 ആയാലും മതി. Come on. The eagle has landed. Let's go, baby. എല്ലാവരും കയ്യടി കൊടുക്കി. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത് എത്ര ഫ്യൂൾ ഉണ്ട്? അപ്പോൾ 65 ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എത്ര കുറച്ചാൽ 65 അപ്പോൾ ഞാൻ മാത്സ് ചെയ്യട്ടെ. സോ 35%. അപ്പോൾ ഇനിയും 35% എടുത്താൽ എത്ര? 35, 35, 0. അപ്പോൾ 1, അപ്പോൾ 4, 3, 7. ഫ്യൂൾ ഉണ്ടാവാൻ അറിയില്ല. ഇനി നമുക്ക് എന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺഷ്യസ് കെയർനെസ് വേണ്ടി ഒന്ന് നേരെ പോവാ, പിന്നെ ഇങ്ങനെ പോവാ. പക്ഷെ അതിന് ശേഷം നമുക്ക് ഇനിയും ഇതുണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് പോവാം. അത് മിഷൻ നമുക്ക് വേറെ എപ്പോഴെങ്കിലും ചെയ്യാം. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ടു ഗോ. വെയിറ്റ്, എൻജിൻ ഓൺ and let's go. ലാൻഡിംഗ് ലെഗ്സ് ട്രാക്ക് സൈഡൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ലാൻഡിങ് സത്യം പറഞ്ഞാൽ ഈ മൂളാണെങ്കിൽ നമുക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിൽ 1 മീറ്റർ ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാം. നമുക്ക് ഓർബിറ്റ് ആക്കാം. കാരണം അത്രയും ലോ ഗ്രാവിറ്റിയാണ്. മാത്രമല്ല എയർ റെസിസ്റ്റൻസും ഇല്ല. അപ്പോൾ ഇതൊരു 6 കിലോമീറ്റർ ആകുമോ? 10 കിലോമീറ്ററെങ്കിലും ആക്കാം. ഓക്കെ, നമ്മൾ 3 ഓക്കെ, ടൈം വാർപ്പ് ഹിയർ. ഓക്കെ, ഈ നമ്മുടെ ഈഗിളിനെ വിളിച്ചപ്പോൾ ഇതിനെ റീനെയിം ചെയ്യാം. എന്താണ്? അല്ല, റോക്കറ്റ് ഈഗല്ല. ഓക്കെ, അപ്പോളോ 11. എന്നിട്ട് നമുക്കൊരു ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് ഈഗോ എന്താ ഇമോജി വേണ്ട. ഓക്കെ, റീനെയിം. യെസ്, ദിസ് ഇസ് അപ്പോളോ 11. ലെറ്റ്സ് ഗോ ബേബി. കുറച്ചുകൂടി ഇങ്ങോട്ട് പോവാം. ഗോ ടു ടേൺ ഇറ്റ് ഇൻടു ആൻ ഓർബിറ്റ്. ഇത് ഓർബിറ്റ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ മൂൺ ഓർബിറ്റിലെത്തി. കറക്റ്റ് 30 മിനിറ്റ് ആയി സമയം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എർത്ത് നാവിഗേറ്റ് ടു. നമുക്ക് ട്രാൻസ്ഫർ വിൻഡോ എവിടെയാണ്? ഈ ട്രാൻസ്ഫർ വിൻഡോക്ക് നമുക്ക് ഇത് ചെയ്യണം. നമുക്ക് മൂന്നത്തെ കംപ്ലീറ്റ് മിഷൻ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് നേരെ ടൈം വാർപ്പ് ടു ട്രാൻസ്ഫർ വിൻഡോ. ഇതൊന്നും എന്തോ ഒരു പോലെ വെറുതല്ല. ഓക്കെ, ഇനി 130 മീറ്റർ മാത്രം മതി. 60 മീറ്റർ മാത്രം മതി. അത്ര ലോ ആണ് ഈ മൂണിൻ്റെ ഗ്രാവിറ്റി. നോ വാട്ട് ദ ഓക്കെ, നോക്കാം. സ്പീഡ് കുറച്ച് എന്തത്? എനിക്കെന്തുകൊണ്ടറിയില്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതാക്കിയാൽ മതി. ഓക്കെ, 12 meters and അവസാനില്ല, അത് മതി. ഓക്കെ, നമുക്ക് എസ്കേപ്പിലേക്ക് ടൈം വാർപ്പ് ചെയ്യാം.
escape the influence sphere of moon. ഓക്കെ, നമ്മൾ ഇങ്ങോട്ടേക്ക് പോകണം. എൻ്റെ ഈ വീഡിയോയിലൊക്കെ കുറച്ച് സമയം കൂടി വരുന്നുണ്ടോ എന്താ അറിയാം, പക്ഷെ ചിലവർ 40 മിനിറ്റ് നേരമുള്ള വീഡിയോ ഒക്കെ ഇടും. നിങ്ങൾക്കൊക്കെ ഇത് അരമണിക്കൂറായിട്ടേക്കും. എനിക്കിപ്പോൾ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തത് 1 മണിക്കൂറായിട്ടുണ്ടാവും. ഞാൻ കുറച്ച് സ്റ്റോപ്പൊക്കെയാണ്, ഇനി എഡിറ്റും കൂടി ചെയ്യാണ്ട് അതും ഒരു എക്സ്ട്രാ മണിക്കൂർ. അപ്പോൾ ഗൈസ്, യു പ്ലീസ് സബ്സ്ക്രൈബ് വെരി പ്ലീസ്. ഐ വോണ്ട് ടു ടോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. I'm a small creator, please. Okay, enough. ഓക്കെ, നമുക്ക് സ്ലോ ഡൗൺ ചെയ്യണം. ഓക്കെ, ഇത്രയും സ്പീഡിൽ പോകണം. നമ്മൾ 2 കിലോമീറ്റർ സെക്കൻഡിൽ പോകണം. നമുക്കിനി അത്യാവശ്യത്തിന് ഫ്യൂൾ ഉണ്ട്. എത്ര? 30. നമുക്ക് ചിലപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയ മിഷൻ. എന്നാലും ഈ വീഡിയോ അത്രേ ഉള്ളൂ, കാരണം എനിക്ക് നിങ്ങൾ കൂടുതൽ ടൈം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ സമയം വേസ്റ്റ് ആക്കാറുണ്ടാവില്ല. നിങ്ങൾ വേസ്റ്റ് തന്നെ ആയിരിക്കും ചെയ്യല്. ചിലപ്പോൾ നിങ്ങൾ ആരും ചെയ്യില്ല, കാരണം എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ ചെയ്യലുണ്ടെന്ന്. Why do I even have a life? ഓക്കെ, നമ്മൾ സ്പേസിൽ നിന്നും വരികയായിരുന്നു. 13% പക്ഷെ അതൊക്കെ ഓക്കെ. നമ്മളൊരു 50 കിലോമീറ്റർ ഉയരെത്തുമ്പോൾ നമുക്ക് അവിടുന്ന് ഡിസലറേഷൻ തുടങ്ങാം. ഓക്കെ, ഒരു കിലോമീറ്ററിന് അടിയിലേക്കിലാക്കണം. പിന്നെ 13 അടിയിലായ പിന്നെ എല്ലാതാണ് ഒഴിവാക്കാം. ഓക്കെ, now this ഇതേതായിരുന്നു? Apollo 11 Eagle. നമ്മളെത്താനായി ഗൈസ്. നമ്മൾ സ്പേസ്ഷിപ്പിൻ്റെ ബാക്കിയതാ. നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഐ ഡോണ്ട് തിങ്ക്. ബിസ്മില്ലാ, പ്ലീസ് ഞങ്ങളെടുത്ത് കയറില്ല. നോ, നല്ല രസമല്ല പൊടി തിരക്കുന്നത് കാണാൻ സംഭവം. നമ്മൾ നല്ല സ്പീഡിൽ പോവുകയാണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് പോവുകയാണ്. നമ്മൾ എത്ര പെട്ടെന്ന് ഡിസലറേറ്റ് ചെയ്യുന്നുണ്ട് നോക്ക്. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ ഹീച്ചിൽ ഉപയോഗം കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച് ഹീച്ചിൽ. ഇനി നമ്മളൊരു 2 കിലോമീറ്റർ എത്തുമ്പോൾ നമുക്ക് പാരച്യൂട്ട് ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു 1 കിലോമീറ്റർ എത്തുമ്പോൾ നമുക്ക് ഫുള്ളി ഡിപ്ലോയ് ചെയ്യാം. 1 കിലോമീറ്റർ അല്ല, അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ എത്തുമ്പോൾ രാജ്യങ്ങൾ ഗായ്സ്, നമ്മൾ 500 മീറ്റർ കഴിഞ്ഞേ. ഓക്കെ, ഫുള്ളി ഡിപ്ലോയിഡ്. Oh my gosh, look at us. Wow. So, astronaut-നെ നമുക്ക് ഇങ്ങനെ പറയുന്നു. It's one small step for man, one giant leap for humanity. നിങ്ങൾ കണ്ട നമ്മൾ ഹിച്ചിലെ പൊട്ടി? ഞാൻ കണ്ടില്ല. And the eagle has landed. നമ്മൾ മറ്റേ 100 കിലോമീറ്റർ ഡൗൺ റേഞ്ച് കഴിഞ്ഞു. Wow, yeah. നമ്മൾ ഇനിയും മൂൺ ടൂർ കൂടി ചെയ്യുള്ളൂ. ഓക്കെ, ഇനി റിക്കവറി ചെയ്യാം. നമ്മളുള്ളതാ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മിനിറ്റ് എല്ലാം വായിച്ചു എന്തൊക്കെ സംഭവിച്ചെന്ന്. ഓക്കെ, ഓക്കെ, റിക്കവർ ആൻഡ് ക്ലോസ്. അപ്പോൾ ഗൈസ്, ഇത്ര തന്നെയുള്ള വീഡിയോ. സോ ഹോപ്പ് യു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് എൻജോയ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.